നമസ്കാരം. സ്കൂളിൽ സ്പോർട്സ് മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. കുട്ടികളുടെ ഡാറ്റ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള എക്സൽ ഫയൽ ഉപയോഗിച്ച് ഇതിൽ എളുപ്പത്തിൽ ഡാറ്റ എൻട്രി ചെയ്യാൻ കഴിയും. കുട്ടികളുടെ കാറ്റഗറിയെ ഡേറ്റ് ഓഫ് ബർത്തിനനുസരിച്ച് കുട്ടികളുടെ കാറ്റഗറി എല്ലാം എളുപ്പത്തിൽ വരുന്നു. അവർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ആ കാറ്റഗറിക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഐറ്റംസ് മാത്രം ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അതിൽ നിന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതി. അതുപോലെ എളുപ്പത്തിൽ ചെസ് നമ്പർ ജനറേറ്റ് ചെയ്യുന്നതിനും റിസൾട്ട് എൻ്റർ ചെയ്യുന്നതിനും ഇതിലൂടെ സാധിക്കും. നമുക്കതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ നിന്ന് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. അത് പോർട്ടബിൾ വെർഷൻ ആണെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് സിസ്റ്റത്തിൽ എവിടെയെങ്കിലും എക്സ്ട്രാക്ട് ചെയ്യുക. പെൻഡ്രൈവിൽ വേണമെങ്കിൽ പെൻഡ്രൈവിലേക്ക് എക്സ്ട്രാക്ട് ചെയ്യാം. എന്നിട്ട് ഓപ്പൺ ചെയ്യാം. ഇതിൽ ഐറ്റംസ് എന്തെങ്കിലും ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ രജിസ്ട്രേഷൻ മെനുവിൽ പോയിട്ട് ചേഞ്ച് ഐറ്റംസ് ലിസ്റ്റ് എടുക്കുക. അതിൽ നിന്ന് ഈ സെലക്ട് ചെയ്ത ഏതെങ്കിലും ഐറ്റം ഒഴിവാക്കാനോ കൂട്ടിച്ചേർക്കാനോ ഒക്കെ പറ്റും. ഇനി വേണ്ടത് കുട്ടികളുടെ ഡാറ്റ ഒരു എക്സൽ ഫയലിലാക്കി സിസ്റ്റത്തിൽ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ച് ആ ഫയല് നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക വേണ്ടത്. അതിൻ്റെ ആ ഒരു ടെംപ്ലേറ്റ് നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇതിൽ ക്ലാസ് ആൻഡ് ഡിവിഷൻ എന്ന ഈ കോളത്തിലാണ് ക്ലാസ് നെയിം ഫുള്ളായിട്ട് കൊടുക്കേണ്ടത്. ക്ലാസ് എന്ന കോളത്തിൽ 1 മുതൽ 12 വരെയുള്ള നമ്പറുകളാണ് വരേണ്ടത്. ഇത് നിർബന്ധമില്ല. നമ്മൾ ഡാറ്റ എൻട്രി ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് വരും. ആവശ്യമുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഹൗസും എക്സലിൽ വേണം നിർബന്ധമില്ല. ഡാറ്റ എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ എക്സലിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ഡാറ്റ എൻട്രി നടത്താം. ഇനി സേവ് ചെയ്ത് വെച്ച എക്സൽ ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ലോഡ് എക്സൽ എന്നുള്ള മെനു എടുക്കുക. ഡോക്യുമെന്റ്സിൽ സ്റ്റുഡൻസ് എന്ന ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് രജിസ്ട്രേഷൻ ഓരോ ഐറ്റം കുട്ടികളുടെ രജിസ്റ്റർ ചെയ്യാൻ ഡാറ്റ എൻട്രി നടത്താം. ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരിക. ആദ്യം ക്ലാസ് സെലക്ട് ചെയ്യാം. ക്ലാസ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ക്ലാസ് 12 എന്ന് വന്നിട്ടുണ്ട്, HSS. അതിനി എഡിറ്റ് ചെയ്യണമെങ്കിൽ ക്ലാസ് ഡീറ്റെയിൽസ് എന്ന മെനു ഉണ്ട്, അതിൽ പോയി എഡിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം ആവശ്യമെങ്കിൽ. അത് കഴിഞ്ഞാൽ ഈ ക്ലാസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാസ്സിലുള്ള കുട്ടികളുടെ ലിസ്റ്റ് വരും. എന്നൊരു കുട്ടിയെ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ ഹൗസ്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, അത് ഏജ് ഗ്രൂപ്പിലാണ് വരുന്നത്, അതെല്ലാം വരും. ഏജ് ഗ്രൂപ്പ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഐറ്റംസ് സെലക്ട് ചെയ്യാം. സേവ് കൊടുക്കുക. വീണ്ടും അതേ ക്ലാസ്സിൽ അടുത്ത കുട്ടിയെ സെലക്ട് ചെയ്യാൻ അങ്ങനെ കുറച്ച് കുട്ടികളെ എൻ്റർ ചെയ്യാണ്. റിലേ ടീം സെറ്റ് ചെയ്യുന്നതിനായിട്ട് രജിസ്ട്രേഷൻ എന്ന മെനുവിൽ നിന്ന് സെറ്റ് റിലേ ടീംസ് എന്ന് എടുക്കുക. അതിൽ നമ്മൾ കാറ്റഗറി സെലക്ട് ചെയ്യാം. ഹൗസ് വൈസ് ആണെങ്കിൽ നമുക്കിവിടെ അതായത് ഹൗസ് മാത്രം വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ എല്ലാ കുട്ടികളെയും ആ കാറ്റഗറിയിലുള്ള എല്ലാ കുട്ടികളും ഇവിടെ കാണിക്കും. നമ്മൾ നേരത്തെ ഡാറ്റ എൻട്രി ചെയ്യുന്ന സമയത്ത് റിലേ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ ഗ്രീൻ കളറിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അവിടെ റിലേ കൊടുക്കാത്ത കുട്ടികളെയും നമുക്കിവിടെ ടീമിലേക്ക് ആഡ് ചെയ്യാം.
അതിനുശേഷം സേവ് ചെയ്യാം. ഇപ്പോൾ ബ്ലൂ എന്ന പേരിൽ ഈ ഒരു ടീം സേവ് ആയിട്ടുണ്ട്. അതുപോലെ പാർട്ടിസിപ്പൻ്റ് ലിസ്റ്റ് നമുക്ക് ഇന്ന് എടുക്കാം. ഇനി ചെസ് നമ്പർ ജനറേറ്റ് ചെയ്യാം. ഇതിൽ ഡീഫാൾട്ടായിട്ട് ഹൗസ് വൈസ് ജനറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഡീഫാൾട്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലിപ്പോൾ 4 ഹൗസ് ഉണ്ട്. ബ്ലൂ ഹൗസിന് 100 മുതൽ ആണ് ചെസ് നമ്പർ കൊടുത്തിരിക്കുന്നത്. ഗ്രീൻ ഹൗസിന് 200 മുതൽ, അതുപോലെ റെഡ് ഹൗസിന് 300 മുതൽ, യെല്ലോ ഹൗസിന് 400 മുതൽ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് എഡിറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജനറേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഹൗസ് നമ്പർ ജനറേറ്റ് ആവുന്നതാണ്. അതിനുശേഷം ഓരോ ഐറ്റത്തിനും പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസിന്റെ ചെസ് നമ്പേഴ്സ് നമുക്ക് പ്രിന്റ് ചെയ്യാം. ഡിഫോൾട്ടായിട്ട് എല്ലാ ഐറ്റവും കാണിക്കും. അതല്ലെങ്കിൽ നമുക്ക് ഓരോ ഐറ്റം മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് എക്സൽ ആയിട്ടോ PDF ആയിട്ടോ എക്സ്പോർട്ട് ചെയ്ത് പ്രിന്റ് എടുക്കാം. റിസൾട്ട് എൻ്റർ ചെയ്യാനായിട്ട് റിസൾട്ട് എൻട്രി എടുക്കുക. ഇവന്റ് സെലക്ട് ചെയ്യാം. അതിൽ നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ അതിൻ്റെ ചെസ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇതിനനുസരിച്ച് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ ഓരോ കാറ്റഗറിയിലും ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ കുട്ടികളുടെ ലിസ്റ്റ് ഇവിടെ കാണാം. അതുപോലെ ഏത് ഹൗസിനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതൊക്കെ കാറ്റഗറി തിരിച്ച് തന്നെ കാണാൻ കഴിയും. പോയിന്റുകൾ സെറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിലോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ അറിയിക്കുക. താങ്ക് യു.